ഞാൻ പ്രേമിച്ചിട്ടേ ഇല്ല ലൈഫിൽ. അങ്ങനെ വരും, അങ്ങനെ വരും. സത്യം. അയ്യോ അല്ല, അങ്ങനെ ഒരു ഇപ്പോൾ പറയാൻ എന്താ കുഴപ്പം? ഇല്ല, പ്രേമിച്ചിട്ടില്ല. അത് ഒരു ട്രാജഡിയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രേമിച്ചേനെ. ഇപ്പം പറയാം, അല്ല ഇപ്പം കുറച്ചുകൂടി ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഐ വാസ് മോർ ഓഫ് എൻ ഇൻട്രോവേർട്ട്. ഇന്റലക്ച്വൽ അല്ല, ഞാൻ അങ്ങനെ ആയിരുന്നു. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു ആൾക്കാരോട്. അല്ല 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 മിക്സഡ് അല്ല പഠിച്ചത്. ഞാൻ മിക്സഡിൽ ആദ്യം പോകുന്നത് കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ അപ്പോഴും എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ എന്നോട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഫൈനൽ ഇയറിൽ എൻ്റെ സെമിനാറൊക്കെ കേൾക്കുമ്പോഴാണ്. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. സീരിയസിൻ്റെ അല്ല, ഞാൻ എൻ്റെതായ ഒരു ലോകത്തിലായിരുന്നു. പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ എപ്പോഴൊക്കെ പോകാറുണ്ട് ഗസ്റ്റൊക്കെ ആയിട്ട്. ഞാൻ അവിടെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അസൂയാണ് കാണുമ്പോൾ. അതെന്ന് വെച്ചാൽ നന്നായി പഠിച്ചോ എന്ന് ചോദിച്ചാൽ നന്നായി പഠിച്ചില്ല, നന്നായി ഉഴപ്പിയോ എന്ന് ചോദിച്ചാൽ ഉഴപ്പില്ല, അതൊന്ന് പ്രേമിച്ചോ എന്ന് ചോദിച്ചാൽ പ്രേമിച്ചില്ല. അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സിനിമയുടെ ലോകത്തിൽ ഞാൻ ഇങ്ങനെ ബാക്ക് ബെഞ്ചിലിരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എനിക്ക് അവിടെ ക്ലാസ്സും ശ്രദ്ധിക്കില്ല. നമ്മൾ എഞ്ചിനീയറിംഗ് പാസ്സായി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വലിയൊരു ഫ്ലോ ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ സപ്ലി ഇല്ല, കുറവായിരുന്നു. അല്ല അതല്ല, പാസ്സാവാൻ ഈസിയാണ്, അതേ പറഞ്ഞേ. ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അതൊരു സബ്ജക്റ്റ് അറിയാതെ ഒരാൾക്ക് പാസ്സാവാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ എഗെയിൻ പഠിത്ത എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ സിസ്റ്റമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലൈഫിൽ അങ്ങനെ പ്രേമിച്ചിട്ടില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് റൊമാൻസ് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സിനിമയിൽ പോലും കുറേ നല്ല സീൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എഴുതാനെന്നും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ എപ്പോഴും പേടിയായിരുന്നു. കാരണം ഒന്നാമത് നമ്മൾ ഈ മെച്യൂർഡ് റൊമാൻസ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഇറ്റ്സ് എ വെരി സ്മോൾ ജോണർ. ഇപ്പോൾ പ്രേതം ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ജോണർ. ദാറ്റ് ഇസ് ഒരു നന്നായി കഴിഞ്ഞാൽ നന്നായിട്ട് ഓടാവുന്ന സിനിമയാണ്. മെച്യൂർഡ് റൊമാൻസ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഓഡിയൻസ് തന്നെ കുറവാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ആ ഓഡിയൻസ് പറയുന്ന ആൾക്കാർ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരാണെന്ന് നമുക്ക് അറിയില്ല. അവർ ചിലപ്പോൾ DVD ഒക്കെ ഇറങ്ങി കണ്ട് ഇഷ്ടപ്പെടാം എന്നൊക്കെ. സോ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പുണ്യാള ഗർഭത്തീസ് പോലെയും പ്രേതം പോലെ ഫിലിംസ് ഉണ്ടാക്കാനാണ് ഈസി. പക്ഷേ ആസ് എ ഫിലിം മേക്കർ നമുക്ക് സൂസു അത്ര ഈസി അല്ല. സൂസു ഈസ് എഗെയിൻ എ ഡിഫിക്കൽട്ട് ഫിലിം ടു മേക്ക്. പ്രേതവും പുണ്യാള ഗർഭത്തീസും ദേ ആർ കമേഴ്ഷ്യൽ ഫിലിംസ്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പോൾ സൂസു അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാമൻ്റെ എന്തോട്ടൊക്കെ വിത്തിൻ കമേഴ്ഷ്യൽ സിനിമ ഇറ്റ്സ് എൻ എക്സ്പെരിമെൻറ്റ്. അതായത് സൂസു വാസ് എ മോട്ടിവേഷണൽ ഫിലിം. എഗെയിൻ ദിസ് ഈസ് എ മെച്യൂർഡ് റൊമാൻസ്. വർഷം പിന്നെ ഇറ്റ് ഹാഡ് എ ബാക്കപ്പ് ഓഫ് മമ്മൂട്ടി ആൻഡ് എ ബിഗ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി ആൾക്കാർ പോകും തിയേറ്ററിൽ. നമുക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കാണാൻ ആൾക്കാർ പോകുന്നൊരു അവസ്ഥയുണ്ട് തിയേറ്ററിൽ. അപ്പം ഈ ഇത്തരം സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ഡിസിഷൻ. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ഫിലിം മേക്കർ നമുക്ക് എപ്പോഴും പ്രേതവും പുണ്യാള ഗർഭത്തീസും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ തന്നെയാണ് എല്ലാം. അതും ഇഷ്ടമുള്ള സിനിമകൾ തന്നെയാണ്. കോമഡി ഫിലിം. ഞാനെന്തറിയോ, എനിക്ക് ഇപ്പം ഈ സിനിമ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി 2-3 ഫിലിംസും കൂടി, എനിക്കൊരു ആക്ഷൻ ഫിലിം ഇനി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ജോണർ കവർ ചെയ്യും. പിന്നെ ഇതിൽ വീണ്ടും റിപ്പീറ്റ് അടിക്കാം, ഒന്നേതിന് വീണ്ടും തുടങ്ങാമെന്നുള്ളതാണ് എൻ്റെ ഐഡിയ.